നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാരം? അതിശക്തമായിട്ടുള്ള ചോദ്യവും അതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുമാണ് ഇന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഈ വിഷയത്തിൽ നിസാരവൽക്കരിക്കാനുള്ള ശ്രമം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും വിഷയം രാഷ്ട്രീയ തലത്തിലേക്ക് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ്. പി ജയരാജൻ ജയിൽ ഉപദേശക സമിതി അംഗമായി പ്രവർത്തിക്കുന്നു. CPM പ്രതികളുമായി ഇത് ചേർത്ത് വായിക്കണം എന്നാണ് ഈ ഒരു വിഷയത്തിൽ മുരളീധരന്റെ അഭിപ്രായം. ജയിലിൽ വലിയ ഗുരുതര സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായതെന്നും വീഴ്ച കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് അത് മനസ്സിലാക്കണമെന്നും BJP നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള വി മുരളീധരൻ പ്രതികരിച്ചു. 4 ജയിൽ ഉദ്യോഗസ്ഥരെയാണ് ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വെറും കണ്ണിൽ പൊടിയിടൽ നടപടിയാണ്. അങ്ങനെയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന സിസ്റ്റം കൂടി തകരാറിലായിരിക്കുകയാണെന്നാണ് മുരളീധരന്റെ വിമർശനം. സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ഇത്തരമൊരു ചുമതല നൽകിയത് പാർട്ടിക്കും സർക്കാരിനും ജയിലിൽ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലെ CPM പ്രതികളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്നാണ് വി മുരളീധരന്റെ അഭിപ്രായം. ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ച സഹായം പരിശോധിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെടുകയാണ്. ജയിലിന്റെ നിയന്ത്രണം CPM മാഫിയയ്ക്കാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മയക്കുമരുന്ന് അടക്കമുള്ള നിരോധിത വസ്തുക്കൾ ജയിലിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും അവിടെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലാത്തത് അതിന് തെളിവാണ് ഈ ജയിൽ ചാട്ടം എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 മണിക്കും 2 മണിക്കും ഇടയിൽ കൊടും ക്രിമിനൽ ചാടിപ്പോയിട്ട് 7 മണിയോടെയാണ് ജയിൽ അധികൃതർ കണ്ണൂർ പോലീസിൽ ഈ വിവരം അറിയിച്ചത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അയാളെ കണ്ടെത്തരുതെന്ന് കരുതിയാണോ ഇത്രയും സമയം വിവരം ഒളിപ്പിച്ചു വെച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പ്രതിയെ കൂടിയതിനുള്ള അഭിനന്ദനം അർഹിക്കുന്നത് നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കുമാണ് എന്ന് മുരളീധരൻ പറയുന്നു. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു സുരക്ഷാ വീഴ്ചയുമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ പക്ഷം. വി ശിവൻകുട്ടി പറയുന്നത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള ചോദ്യം തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അതായത് വി ശിവൻകുട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല എന്നുള്ള രീതി. ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന മാധ്യമത്തിന്റെ ചോദ്യത്തിന് ഗോവിന്ദച്ചാമിയെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, ഗോവിന്ദച്ചാമി കേരളത്തിലെ സ്കൂളിലൊന്നുമല്ലല്ലോ പഠിക്കുന്നത് എന്നതായിരുന്നു മന്ത്രിയുടെ ക്യാപ്സ്യൂൾ. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തുന്നതിനിടെ വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് പ്രതിയെ സാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളി രക്ഷപ്പെട്ടതിനെ ചൊല്ലി പ്രതിപക്ഷം ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജയിൽ ചാട്ടത്തിന് ഗോവിന്ദച്ചാമിക്ക് ജയിലിനകത്തു നിന്നും പുറത്തുനിന്നും പിന്തുണ ലഭിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ജയിലിനുള്ളിൽ നിന്നും അകത്തുനിന്നും ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമുണ്ട് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കിയത്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിൽ മുറിയിലെ ജനൽ കമ്പി മുറിച്ച് പുറത്തു കടന്ന് തുണി കെട്ടി ഇത്രയും വലിയ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുന്നത് അവശ്യസനീയമാണ്. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ജയിലിലുണ്ടെന്ന് നമ്മൾക്കെല്ലാം അറിയാം. എന്നാൽ ഗോവിന്ദച്ചാമിയും സർക്കാരിന് പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആളായിരുന്നു എന്ന് ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് സതീശന്റെ വിമർശനം. 5 മണിക്കാണ് തടവ് ചാടിയ വിവരം ജയിൽ അധികൃതർ പോലീസിനെ അറിയിച്ചത്. 7 മണിക്കാണ് പോലീസ് ഈ വിവരം മനസ്സിലാക്കിയത്. സാധാരണക്കാരായ നാട്ടുകാർ കാട്ടിയ ജാഗ്രതയിലാണ് പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സർക്കാരിന് അപമാനകരമായ സംഭവമാണ് നടന്നത്. ഏകാന്ത തടവിന് കിടക്കുന്നയാൾ കമ്പി മുറിച്ചത് ആരും അറിഞ്ഞില്ല എന്ന്. ഇത്രയും നീളമുള്ള തുണി എവിടെ നിന്നാണ് കിട്ടിയത്? തുണി ഇറങ്ങുമ്പോൾ നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള ബ്ലേഡ് ഷീറ്റാണ് നൽകിയിട്ടുള്ളത്. ജയിൽ ചാടുന്നയാളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള എല്ലാ സാധനങ്ങളും ജയിലിൽ ലഭ്യമായിരുന്നു. എന്നിട്ടാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ കൊണ്ട് ചാടിയെന്ന അത്ഭുതം.
ഇത് ടാർസന്റെ സിനിമയിൽ പോലും കണ്ടിട്ടില്ല. ജയിലിനുള്ളിൽ നിന്നും എല്ലാ സഹായവും ലഭ്യമായിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിക്കുന്നത് പ്രതികളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിവരയിടുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് നിരവധി തവണ പ്രതിപക്ഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും പറഞ്ഞിട്ടുണ്ടെന്നും TP വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്ക് സർക്കാരും ജയിൽ അധികൃതരും എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണെന്നും പറഞ്ഞു. TP കേസിലെ പ്രതികൾക്ക് അവരുടെ ഇഷ്ടത്തിന് പരോളും ഇഷ്ടമുള്ള ഭക്ഷണവുമാണ് നൽകുന്നത്. ജയിലിലെ മെനു തീരുമാനിക്കുന്നതുവരെ ഇപ്പോൾ പ്രതികളാണ്. ഇഷ്ടമുള്ള മദ്യവും ലഹരിമരുന്നും സുലഭമായി ലഭ്യമാകുന്നു. ഇതുകൂടാതെ ലഹരിമരുന്ന് കച്ചവടവും ഗുണ്ടായിസവും കൊട്ടേഷനും ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് പ്രതികൾ നടത്തുന്നത്. കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെയാണ് ഈ പ്രതികൾ ജയിലിൽ കഴിയുന്നതെന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. P. ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണം. എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അവർ ഇടയ്ക്കിടെ പോയി അന്വേഷിക്കുന്നത് പതിവ്. പ്രതികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഫോൺ മാറ്റിക്കൊടുക്കും. ജയിലിൽ ഇരുന്നാണ് ഈ പ്രതികൾ ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ സംശയം. എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് നിരവധി പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് ഈ ഒരു വിഷയത്തിൽ വരുന്നത്. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അതിൽ ഒരുപാട് ദുരൂഹതകളാണ് ഒളിഞ്ഞുകിടക്കുന്നത് എന്നുള്ളതാണ്. വെറും 20 ദിവസം കൊണ്ട് ഒരു പ്രതിക്ക്, പ്രത്യേകിച്ച് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ജയിൽ ചാടാൻ സാധിക്കുന്നത് എന്നത് തന്നെയാണ് ചോദ്യം. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറയുന്നത് തനിക്ക് ബ്ലേഡ്, അതായത് തൻ്റെ സെല്ലിൻ്റെ കമ്പി മുറിക്കാൻ തന്നിട്ടുള്ള ബ്ലേഡ് അത് ഒരു സഹ തടവുകാരനാണ് തന്നെ തന്നത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരാളെ ചാവേറാക്കിയിരിക്കുന്ന രീതിയാണോ ഇവിടെ ഉള്ളത് എന്നൊരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 15-20 ദിവസത്തിനുള്ളിലാണ് താൻ ഇങ്ങനെയൊരു ജയിൽ ചാട്ടത്തിനുള്ള പദ്ധതി ഇട്ടത് എന്നും ഈ ജയിൽ ചാടാൻ വേണ്ടി താൻ മനോരോഗം ഉള്ള ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്ന രീതി അടക്കമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇയാൾ മോഷണമായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്ന് കൂടെ പറയുന്നുണ്ട്. അതായത് ജയിൽ ചാടിയതിനു ശേഷം മോഷണമായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അവിടെ മോഷണം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നു. പക്ഷേ അത് അത്രമാത്രം വിശ്വാസയോഗ്യമല്ല. കാരണം ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നത്, അതായത് എന്തിനാണ് ജയിൽ ചാടിയത്, എങ്ങനെയാണ് ചാടിയത്, ആരായിരുന്നു ഇതിന് പിറകിൽ സഹായിച്ചത്, അതുപോലെ തന്നെ എന്തുമാത്രം സപ്പോർട്ട് ഇതിന് കിട്ടിയെന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള, പുറത്ത് പേര് പറഞ്ഞാൽ വലിയ നിയമ നടപടികൾ നേരിടാൻ പറ്റുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരമടക്കം തയ്യാറാക്കിയതിനു ശേഷമാണോ ഇങ്ങനെയൊരു ജയിൽ ചാടി മറ്റൊരു വലിയ പ്ലാനിൻ്റെ പിറകിലേക്ക് പോയത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും പോലീസ് സംഭവത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന മാധ്യമപ്രവർത്തകരും ജനങ്ങളും ഇരുവരെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും അതൊരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭിനന്ദനമായിരുന്നു, അല്ലെങ്കിൽ വിമർശനങ്ങളെ ഒരു രീതിയിലെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങളും നിലനിൽക്കുകയാണ്. എന്തായാലും ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് അടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണെന്നാണ് വിവരം. 4ഓളം പോലീസുകാർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷയുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഗോവിന്ദച്ചാമി കഴിഞ്ഞിരുന്ന ജയിലിൽ എത്രമാത്രം സുരക്ഷയുണ്ടായിരുന്നു എന്നതൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചതാണ്. പക്ഷേ ആ ഒരു ജയിൽ പോലും 1.5 കൈ മാത്രമുള്ള ഒരാൾ മതിലൊക്കെ ചാടിക്കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതാണ്. അപ്പോൾ ഇനി അയാളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് കൊണ്ട് മാത്രം സുരക്ഷിതനായിരിക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൂടെ ഒരു ഏറ്റവും വലിയ പ്രസക്തിയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ.